സൗമ്യത, വിശ്വസ്തത എന്നീ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. വിശുദ്ധമായത് മാത്രം പ്രവർത്തിക്കുവാൻ അവിടുന്ന് എന്നെ നിർബന്ധിച്ചാലും വിശുദ്ധമായവയെ ആദരിക്കുവാൻ പരിശുദ്ധാത്മാവെ എന്നെ ശക്തീകരിക്കണമേ. വിശുദ്ധമായവ ഒരിക്കലും നഷ്ടമായി പോകാതെ ദിവ്യാത്മാവെ എന്നെ കാത്തുകൊണ്ടാലും. ആമേൻ. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരമ്മ വലിയ ദുഃഖത്തോടു കൂടി വന്ന് പറഞ്ഞതാണ്. ഈ അമ്മ വിധവയാണ്. 28-ാം വയസ്സിൽ വിധവയായതാണ്. ഇപ്പോൾ 50 വയസ്സായി. 2 മക്കളുണ്ട്. മൂത്ത മകന് 2 വയസ്സും രണ്ടാമത്തെ മകള് 6 മാസം പ്രായമായപ്പോഴാണ് ഈ സ്ത്രീ വിധവയായത്. ഈ സ്ത്രീ പറഞ്ഞു, അച്ഛാ, ഞാൻ ജീവിതത്തിൽ എല്ലാം ചെയ്തത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ വീട്ടുകാരും സ്വന്തക്കാരും എല്ലാവരും പല പ്രാവശ്യം എന്നെ നിർബന്ധിച്ചു, നിനക്ക് 28 വയസ്സേ ആയിട്ടുള്ളൂ, നീ വീണ്ടും വിവാഹം കഴിക്കണം, മറ്റൊരു ബന്ധം ആരംഭിക്കണം, കാരണം മക്കളുടെ ഭാവിയെ ഓർത്ത്, നിന്റെ ഭാവിയെ ഓർത്ത് നീ അത് ചെയ്യണം. ഞങ്ങൾക്ക് നിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. വീട്ടുകാർ പല പ്രാവശ്യം എന്നെ നിർബന്ധിച്ചു. പക്ഷേ ഞാൻ ഓർത്തു, ദൈവം എനിക്ക് ദാനമായി തന്ന ഈ മക്കൾക്ക് വേണ്ടിയാണ് ഇനി ഞാൻ ജീവിക്കേണ്ടത്. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ വിവാഹം കഴിച്ചാൽ, ഞാൻ വിവാഹം കഴിക്കുന്ന ഭർത്താവ് എൻ്റെ മക്കളെ വേണ്ട വിധത്തിൽ സ്നേഹിച്ചില്ലെങ്കിലോ അംഗീകരിച്ചില്ലെങ്കിലോ എന്ന ഭയത്താലാണ് ഞാൻ വിവാഹം കഴിക്കാത്തത്. എന്ന് പറഞ്ഞാൽ ഞാൻ അത്രമാത്രം എൻ്റെ മക്കളെ സ്നേഹിച്ച വ്യക്തിയാണ്. പക്ഷെ അച്ഛാ, ഇപ്പോൾ എനിക്ക് വേദനയുണ്ട്. കാരണം എൻ്റെ മകൻ വിവാഹശേഷം സിംഗപ്പൂര് പോയി ഇപ്പം അവിടെയാണ് സെറ്റിലായിരിക്കുന്നത്. എൻ്റെ മകൾ ഇന്ന് അമേരിക്കയിലാണ്. എനിക്ക് രോഗം വന്ന് കിടപ്പിലായി ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, ഒരു 2 ആഴ്ചക്കാലം മകളെ നിനക്ക് എൻ്റെ കൂടെ ഒന്ന് വന്ന് നിൽക്കാമോ? ഏറ്റവും നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ചു. ഏറ്റവും നല്ല ഉദ്യോഗം അവർക്ക് കിട്ടി. ഏറ്റവും നല്ല രീതിയിൽ 2 മക്കളെയും ഞാൻ വിവാഹം കഴിച്ച് അയപ്പിച്ചു. എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ മിടുക്കാണ്. പക്ഷെ അച്ഛ, എൻ്റെ ഹൃദയം തകരുന്നത് എൻ്റെ മകൾ എനിക്ക് രോഗം വന്നു കഴിഞ്ഞപ്പോൾ ഒരു 2 ആഴ്ചക്കാലം എനിക്ക് വേണ്ടി ഒന്ന് വന്ന് എൻ്റെ കൂടെ ഒന്ന് നിൽക്കണം, എന്നെ സഹായിക്കണം, എനിക്ക് മരുന്ന് വാങ്ങിത്തരണം എന്ന് പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു, ഞാനത് ഭർത്താവിനോടൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് എൻ്റെ മകൾ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മേ, എൻ്റെ ഭർത്താവിന് ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെ സഹായിക്കുന്നത് താല്പര്യമില്ല എന്ന്. എൻ്റെ ഭർത്താവിന് ഞാൻ അമ്മയുടെ കാര്യം ശ്രദ്ധിക്കുന്നത് താല്പര്യമില്ല എന്ന്. അച്ഛൻ്റെ ഹൃദയം തകർന്നുപോയി. 28-ാം വയസ്സിൽ ഞാൻ വിധവയായപ്പോൾ സ്വന്തമായി ഭർത്താവ് പോലും വേണ്ട, ഇനി മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് തീരുമാനിച്ച് ഒരു ഭർത്താവിൻ്റെ സ്നേഹം പോലും ഉപേക്ഷിച്ച് ഞാൻ വളർത്തി വലുതാക്കിയ എൻ്റെ മകൾ എന്നോട് പറയുകയാണ്, എൻ്റെ ഭർത്താവിന് അമ്മയെ സഹായിക്കാൻ താല്പര്യമില്ല എന്ന്. ഇത്രമാത്രം ഞാൻ ദുഃഖിക്കാനുള്ള കാരണം, ഞാൻ ഇന്ന് വരെ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചത് പാഴായി പോയല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ച നന്മ എൻ്റെ മക്കളിൽ നിന്ന് തിരിച്ചു കിട്ടാതെ വന്നു കഴിയുമ്പോൾ ഇന്നെനിക്ക് ദുഃഖമാണ്. ഞാനിന്ന് ഏകയാണ്, ഏകാന്തത അനുഭവിക്കുകയാണ്. ഞാനന്ന് വിവാഹം കഴിക്കുകയായിരുന്നില്ലേ നല്ലത് എന്നെനിക്ക് തോന്നിപ്പോകുന്നു. കാരണം എൻ്റെ മക്കള് ഇന്ന് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടത്? ഇതിനെന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടായിട്ടുണ്ടോ?
പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ സഹോദരിയോട് സംസാരിച്ചു. അവിടുന്ന് എല്ലാറ്റിനും ഉത്തരമുള്ളവനാണല്ലോ. നാം ചെയ്യുന്ന ഒരു നന്മ പോലും അവിടുന്ന് അവഗണിക്കുന്നില്ല എന്ന് നാം കേട്ടു. ഈ ദൈവം ഈ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചു. ഹെബ്രായ ലേഖനം അധ്യായം 6 വാക്യം 7. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. വചനം പറഞ്ഞു, കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയോട് ദൈവം പറയുകയാണ്, നിന്റെ ജീവിതം ഈ ഭൂമിയുടെ ജീവിതത്തിന് തുല്യമാണ്. എന്താണ് ഭൂമിയുടെ പ്രത്യേകത? ഭൂമിയിൽ നാം കൃഷി ചെയ്യുന്നു. ഭൂമിയെ നാം ഇളക്കി മറിച്ച് ഉഴുത് ഭൂമിയിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നു. എന്നാൽ നാം ഒരിക്കലും ഭൂമിയോട് നന്ദി പറയാറില്ല. ഭൂമിയുടെ മേൽ നാം ചവിട്ടി നടക്കാറുണ്ട്. ഭൂമിയെ നാം ഒരിക്കലും സ്നേഹിക്കാറില്ല. ഭൂമിക്ക് നാം നന്ദി പറയാറില്ല. ഭൂമി ഫലം പുറപ്പെടുവിക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ് നമുക്ക്. ദൈവം പറയുകയാണ്, ഈ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ നന്മ കൊണ്ടല്ല, മഴ പെയ്യുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടുന്നത് കൊണ്ടാണ് ഭൂമി എന്തെങ്കിലും ഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഈ ഭൂമി ഫലം പുറപ്പെടുവിക്കുമ്പോൾ ഭൂമി ആരിൽ നിന്നാണ് നന്മ പ്രതീക്ഷിക്കേണ്ടത്? ഫലമെടുക്കുന്ന കൃഷിക്കാരനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ദൈവം ഈ അമ്മയോട് പറഞ്ഞു, സഹോദരി, നീ ഫലം പുറപ്പെടുവിച്ചത്, മക്കളെ നോക്കിയത്, മക്കൾക്ക് വേണ്ടി ജീവിച്ചത്, മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചത് കൊണ്ടല്ലേ? അതും നീ ചെയ്തത് ദൈവത്തിന് വേണ്ടിയല്ലേ? ദൈവമാണ് നിന്നെ അനുഗ്രഹിച്ചത്. അല്ലെങ്കിൽ എങ്ങനെയാണ് മക്കൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് മക്കളിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിച്ചാൽ മതി. എന്നിട്ട് ഈ വചനത്തിലൂടെ അവിടുന്ന് പറയുകയാണ്, ഭൂമി എന്താണ് ചെയ്യേണ്ടത്? നിരന്തരം ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം നന്മ ചെയ്യുക. നിരന്തരം നന്മ ചെയ്യാനുള്ള വിളിയാണ് നമ്മുടേത്. മനസ്സ് മടുക്കാതെ, മനസ്സ് മരവിക്കാതെ എപ്പോഴും നന്മ ചെയ്യുക. കാരണം പ്രതിഫലമുണ്ട്. മക്കളിൽ നിന്നല്ല, നമ്മിൽ നിന്ന് നന്മ ലഭിച്ചവരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന്. കാരണം അവിടുന്ന് മാത്രമാണ് നീതിയുള്ളവൻ. പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരമാണ്, ദൈവം മാത്രമാണ് നീതിമാൻ. ദൈവം മാത്രമാണ് നീതിമാൻ. നാം എന്തിനാണ് നമ്മുടെ പലപ്പോഴും ഓഫീസിൽ തന്നെ ജോലിയുടെ എണ്ണം കുറയ്ക്കുന്നവരുണ്ട്, നന്മ ചെയ്യുന്നതിലുള്ള എണ്ണം കുറയ്ക്കുന്നവരുണ്ട്, ആവശ്യത്തിന് ജോലി ചെയ്യാത്തവരുണ്ട്. കാരണം എന്താണ്? എനിക്ക് ശമ്പളം കൂടുതൽ കിട്ടുന്നില്ല, എന്നെ അവർ പരിഗണിക്കുന്നില്ല. മക്കളെ അധികം സ്നേഹിക്കാത്തവരുണ്ട്, അവരെയൊന്നും സ്നേഹിച്ചിട്ട് കാര്യമില്ല. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരെന്നെ ഉപേക്ഷിച്ചു പോവും, നന്മ കിട്ടുന്നില്ല. നാം കടം കൊടുക്കുന്നവരുണ്ട്, ഒരു പ്രാവശ്യം കടം കൊടുത്തു, തിരിച്ചു കിട്ടിയില്ല, പിന്നെ എന്തിനാണ് ഞാൻ ഇവരെ സഹായിക്കുന്നത്? ഒരിക്കലെങ്കിലും ഒരു ഫിഷക്കാരൻ വന്ന് നമ്മുടെ അടുത്ത് നിന്ന് അനാവശ്യമായി പൈസ വാങ്ങിച്ചു, നാം കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി, പിന്നെ എന്ത് ചെയ്യും? ആര് വന്നാലും നമ്മൾ സഹായിക്കില്ല. കാരണം എന്താണ്? നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സഹായവും നമ്മുടെ ഉപകാരവും ഈ ഫിഷക്കാരനും ഈ കമ്പനിക്കാരനും ഈ ഉദ്യോഗസ്ഥനും ഈ അധികാരിക്കും വേണ്ടിയാണെന്നുള്ളതാണ്. നമ്മുടെ നന്മകൾ മുഴുവൻ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. എന്തെന്നാൽ നമ്മെ സൃഷ്ടിച്ചത് ദൈവമാണ്. നമ്മെ നന്മ ചെയ്യാൻ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ നന്മയിൽ ദൈവത്തെ മാത്രം ലക്ഷ്യം വയ്ക്കാൻ മനസ്സ് മടുക്കാനുള്ള ഒരു കാരണം പലപ്പോഴും നാം ദൈവത്തേക്കാൾ കൂടുതൽ മനുഷ്യർക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ്. മനുഷ്യരിലേക്ക് നമ്മുടെ നന്മകൾ തിരിഞ്ഞിരിക്കുന്നു. ദൈവമേ, അങ്ങായിരിക്കട്ടെ എൻ്റെ നന്മയുടെ ലക്ഷ്യം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങായിരിക്കട്ടെ എൻ്റെ നന്മയുടെ
സഹായിക്കുന്നവരായി കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ദൈവത്തിൻ്റെ അനന്ത നന്മയിൽ പങ്കുപറ്റുന്നു എന്നുള്ളതാണ്. ചെറിയ തോതിൽ, വലിയ തോതിലല്ല. കാരണം വലിയ തോതിൽ നന്മയുള്ളവൻ ദൈവം മാത്രമാണ്. ഈ ദൈവത്തിൽ നിന്ന് നന്മ പങ്കുപറ്റുന്ന വ്യക്തി നമ്മളോട് നന്മ ചെയ്യും. പക്ഷെ അവർക്കും നന്മ തിരിച്ചു തരാനോ നാം പ്രതീക്ഷിക്കുന്ന വിധത്തിൽ, നാം ആയിരിക്കുന്ന വിധത്തിൽ നമ്മെ അംഗീകരിക്കാനോ സാധിക്കുന്നവരല്ല. കാരണം ദൈവത്തിൽ നിന്ന് മാത്രമേ നന്മ ലഭിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ദുഃഖത്തിന് അടിമപ്പെടാനുള്ള കാരണം ഭൂമിയിലുള്ള വിശുദ്ധന്മാരിലും ഭൂമിയിലുള്ള നല്ലവരിലും നല്ല വൈദികരിലും ഒക്കെ നാം പ്രത്യാശ വയ്ക്കുന്നത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താം. എങ്ങനെ? ദൈവത്തിലേക്ക് ലക്ഷ്യം വെച്ച്, ദൈവത്തെ നോക്കിക്കൊണ്ട്. സങ്കീർത്തനം 34:5 ഇപ്രകാരമാണ്: കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിതമാവുകയില്ല. കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിതമാവുകയില്ല. നമ്മെ ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത, നമ്മെ ഒരിക്കലും നാണിപ്പിക്കാത്ത, നമ്മെ ഒരിക്കലും അവഗണിക്കാത്ത മുഖം, പ്രത്യാശയുടെ മുഖം ദൈവത്തിൻ്റെത് മാത്രമാണ്. അവിടുന്ന് മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്നുള്ളൂ. അത് നമുക്ക് മറക്കാതിരിക്കാം. സങ്കീർത്തനം 35:27 വചനം ഇപ്രകാരമാണ്: കർത്താവ് തൻ്റെ ദാസന്റെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്നു. തൻ്റെ ദാസന്റെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്ന ദൈവമാണ് നമ്മുടേത്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, കൂടെ ശുശ്രൂഷ ചെയ്യുന്നവർ, നമ്മുടെ കൂടെ എപ്പോഴും സഹകരിക്കുന്നവർ, പലപ്പോഴും നാം കാണുന്നു അവർക്കും അസൂയയുണ്ട്. നാം വളരുന്നതിൽ, നാം നന്മ ചെയ്യുന്നതിൽ അവർ പുറമെ ചിരിച്ചു കാണിക്കുമെങ്കിലും ഉള്ളിൽ എന്തോ ഒരു അകലം നാം കാണുന്നു. കാരണം നാം അഭിവൃദ്ധിപ്പെടുന്നതിൽ ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യനാണ് സന്തോഷിക്കുന്നത്? വചനം പറയുകയാണ്, കർത്താവ് തൻ്റെ ദാസന്റെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ദൈവമുണ്ട്. നമ്മെ ഒരിക്കലും നിന്ദിക്കാത്ത, തള്ളിക്കളയാത്ത, അവഗണിക്കാത്ത, അപമാനിക്കാത്ത അനന്ത നന്മയായ ദൈവം. അവിടുന്ന് മാത്രമാണ് നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്നത്. അഭിവൃദ്ധിയിൽ അവിടുന്ന് അഭിമാനിക്കുകയാണ് നാം അഭിവൃദ്ധിപ്പെടുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ. കാരണം അവിടുന്ന് അത്രമാത്രം നമ്മളോട് സ്നേഹമുള്ളവനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖത്തിലും അവിടുന്ന് ദുഃഖിക്കുന്നുണ്ട്. നാം ഹൃദയം തകരുമ്പോൾ അവിടുന്ന് തകരുന്നുണ്ട്. അതുകൊണ്ടല്ലേ അവിടുന്ന് പറഞ്ഞത്, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 56:8 അവിടുന്ന് പറഞ്ഞു: അവിടുന്ന് നിങ്ങളുടെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, നിങ്ങളുടെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ ആരുണ്ട് നമ്മുടെ അലച്ചിലുകൾ എണ്ണുന്നത്? നമ്മുടെ കുറ്റങ്ങൾ മാത്രം പറയുന്നവരാണ് കൂടുതലും. നമ്മെ അവഗണിക്കുന്നവർ, നമ്മുടെ ചെറിയ തെറ്റ് പോലും പെരുപ്പിച്ച് കാണിക്കുന്നവർ. അവിടുന്ന് പറയുകയാണ്, നിന്റെ അലച്ചിലുകൾ എൻ്റെ മകനെ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ എൻ്റെ കുപ്പിയിലുണ്ട്. നിന്റെ ഒരു ദുഃഖവും ഒരു വേദനയും ഒരു കണ്ണുനീർത്തുള്ളി പോലും എൻ്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടില്ല. ഞാനതെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അത്രമാത്രം കരുതലും കരുണയുമുള്ളവനാണ്. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ ചെറുതാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ടതായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലൊരു മനുഷ്യൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടായിരുന്നയാളാണ്. ഒത്തിരി പ്രാർത്ഥിക്കും. ഈ വ്യക്തി അപകടത്തിൽപ്പെട്ട് ICUവിൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. അദ്ദേഹം വിളിച്ചു വരുത്തി. ഒരു കാര്യം അദ്ദേഹത്തിന് അറിയണം. ആശുപത്രിയിൽ അദ്ദേഹം കിടക്കുകയാണ്. അച്ഛാ, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടാൻ ആഗ്രഹിച്ച ആളാണ്. പക്ഷെ എനിക്കിങ്ങനെ വലിയൊരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു വിശ്വാസ പ്രതിസന്ധി. എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ടോ? എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെക്കുറിച്ച് കരുതലുണ്ടോ? ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല അച്ഛാ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ കുടുംബം. കാരണം ഞാൻ എന്താ അവരോട് ഉത്തരം പറയും? ഞാൻ ഇന്നിപ്പോൾ ആശുപത്രി കിടക്കയിലാണ്. ഇത്രമാത്രം പ്രാർത്ഥിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ദൈവം എന്നെ കാണുന്നത്? എന്നെ അവിടുന്ന് കരുതുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ഒരു മാലാഖയാണ്. ഈ മാലാഖ സ്വർഗത്തിൽ നിന്ന് ഒരു കൊതുകു വലയുമായി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുകളിൽ നിന്ന് ഈ കൊതുകുവല അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ പൊതിഞ്ഞ് താഴേക്കിട്ടു. വളരെ ചെറിയ ഒരു ഇടപെടൽ. ഇദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ഈ കൊതുകുവല ഇങ്ങനെ ഇടുന്നത്? ദൈവസ്വരം ഇങ്ങനെയായിരുന്നു: മകനെ, നിന്റെ ദേഹത്ത് ഒരു കൊതുകു പോലും കടിക്കാൻ ഞാൻ അനുവദിക്കില്ല.
നിന്റെ ദേഹത്തൊരു കൊതുക് പോലും കടിക്കാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ എന്തിനാണ് നീ എൻ്റെ സ്നേഹത്തെ തെറ്റിദ്ധരിക്കുന്നത്? നിനക്ക് തീർച്ചയായും അപകടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നീ എൻ്റെ കരുണയുടെ കരുതലിൻ്റെ ചിറകിന് കീഴിലാണ്, സംരക്ഷണത്തിന് കീഴിലാണ്. അത്രമാത്രം എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. നീ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മകനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ നിന്നെ കരുതുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ കരുതുന്നു. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, അചഞ്ചലമാണ്, മാറ്റമില്ലാത്തതാണ്. ഈശോ പറഞ്ഞു ഈ മകനോട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 7-ാം വാക്യം അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ അവരുടെ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. ഞാൻ നിനക്ക് നൽകുന്ന മോചനം നിത്യമാണ്. എനിക്ക് നിന്നോടുള്ള നന്മയും വിശ്വസ്തതയും മകനെ അനന്തമാണ്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ അനന്തമായി സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന എല്ലാ നന്മയും ഒരു തരി പോലും മാറാതെ മറക്കാതെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന നല്ല ദൈവമാണ് നമ്മുടേത്. അവിടുന്ന് ഒന്നും മറക്കുന്നവനല്ല, നന്മ മറക്കുന്നവനല്ല. നാം വായിക്കുന്ന വചനത്തിൽ അവിടുന്ന് പാപം മറക്കുന്നു. തിന്മയെല്ലാം മറക്കാൻ ആഗ്രഹിച്ച് നന്മയെല്ലാം ഓർക്കാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ എല്ലാം നേരെ വിപരീതമായ സ്വഭാവം. ഈ ദൈവത്തോട് നമുക്ക് കടപ്പെട്ടവരാകാം. ഈ ദൈവത്തെ ലക്ഷ്യം വെച്ച് നന്മ ചെയ്യാം. നമുക്ക് മനസ്സ് മടുക്കാതിരിക്കാം. മാതാപിതാക്കൾ തുടർച്ചയായി മക്കൾക്ക് വേണ്ടി നന്മ ചെയ്യട്ടെ. പ്രതിഫലം ദൈവസന്നിധിയിലുണ്ട്. ജോലി ചെയ്യുന്നവർ കമ്പനി മാനേജരെ നോക്കാതെ ദൈവത്തെ നോക്കി മനസ്സ് മടുക്കാതെ നിരന്തരം കൂടുതലായി അധ്വാനിക്കട്ടെ. ജോലി ചെയ്യുന്നവർ മടുപ്പ് കൂടാതെ അധ്വാനിക്കട്ടെ. വൈദികർ ദൈവവേലയിൽ ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ച് ശുശ്രൂഷ ചെയ്യട്ടെ. അധികാരികളുടെ ശാസനത്തിലോ ശകാരത്തിലോ സംഭ്രമിക്കാതെ തുടർച്ചയായി അനുദിനം അനന്തരം നന്മ ചെയ്യട്ടെ. ദൈവത്തിന്റെ കൃപയും അനന്ത സ്നേഹവും നമ്മിലെല്ലാം വന്ന് നിറയും. അവിടെ നിന്ന് അനന്ത നന്മയാണ്, സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. അനന്ത നന്മയായ ദൈവത്തെ നമുക്ക് ഓർക്കാം. ഈശോയെ, എന്നോട് ക്ഷമിക്കുക. ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ എന്നെ അംഗീകരിക്കാതെ വന്നപ്പോൾ ഞാൻ മുറിവേറ്റിട്ടുണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന നന്മയെല്ലാം എനിക്ക് തിരിച്ചു കിട്ടണം എന്ന വാശി എനിക്കുണ്ടായിട്ടുണ്ട്. ഈശോയെ, ക്ഷമിക്കണമേ. ഞാൻ പാപിയാണ്. ഞാൻ അങ്ങയുടെ സന്നിധി നിൽക്കാൻ യോഗ്യനല്ല. ഒരു നന്മ പോലും പ്രതീക്ഷിക്കാതെ, ഒരു തരി പോലും ജനങ്ങളിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാതെ അങ്ങ് നന്മ ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു. ഈശോയെ, നിരന്തരം നന്മ ചെയ്യാനുള്ള വരം നൽകണമേ. മക്കളിൽ നിന്ന്, ഞങ്ങൾ സ്നേഹിക്കുന്നവരിൽ നിന്ന്, ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന്, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഞങ്ങൾ നന്മ പ്രതീക്ഷിക്കാതെ അങ്ങിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ച് അങ്ങയെ ലക്ഷ്യം വെച്ച് അങ്ങയെ ഉന്നം വെച്ച് നന്മ ചെയ്യാൻ കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അങ്ങേ ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ പ്രാർത്ഥിച്ച് പുത്രന് തുണയായതുപോലെ ഞങ്ങളുടെ ദുഃഖത്തിലും വേദനയിലും ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ വന്ന് ഈശോയിലേക്ക് നോക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആബാ പിതാവേ, ഈശോയെ, പരിശുദ്ധാത്മാവേ, മനസ്സുമടുക്കാതെ നന്മ ചെയ്യാനുള്ള അനന്ത കൃപ ഞങ്ങളിൽ നൽകുക, ഞങ്ങളുടെ മേൽ ചൊരിയുക. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.
ഒത്തിരി ഒരു സന്തോഷം. കൊള്ളാം, നല്ല സൂപ്പർ. ഇങ്ങനെ വാക്കുകളില്ല പറയാനായിട്ട്, അത്ര നന്നായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഇനി എല്ലാ വർഷവും ഇങ്ങനത്തെ ഒരു സ്ഥലം ഇത് നടത്തണമെന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഷാലോം കൺവെൻഷൻ ബാംഗ്ലൂർ ഫെബ്രുവരി 17 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9:30. ലോകത്തിന്റെ വെളിച്ചമായി മാറുവാനും സ്നേഹത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കരുത്തിന്റെയും പ്രതീകമായി തീരുവാനും വിദ്യാർത്ഥിനികളെ പ്രാപ്തരാക്കുന്ന പാലാ അൽഫോൻസ കോളേജിന്റെ ഇടനാഴികളിലൂടെ മൈ ക്യാമ്പസ് ഇന്ന് രാത്രി 8 മണിക്ക്.